ഓക്കെ, നമ്മൾ ക്രിമിനോളജിയാണ് പഠിക്കാൻ പോണത്. ഇതൊരു പുസ്തകമാണ്, ക്രിമിനോളജിയുടെ പുസ്തകമാണ് ഞാൻ ഫസ്റ്റ് പേജായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് തിയറീസ് ഓഫ് ക്രൈമിലേക്കാണ് കേട്ടോ. തിയറീസ് ഓഫ് ക്രൈമിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെയാണ് ക്ലാസിക്കൽ സ്കൂള്. അതിൽ ഫ്രീ വിൽ തിയറി എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തിയറീസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് 2 തിയറി പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫ്രീ വിൽ തിയറി. അതായത് classical school of thought about crime and criminal justice emerged during the late 18th century with the work of an Italian named Cesare Beccaria and an Englishman named Jeremy Bentham. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് എന്താ പറയുക, ക്രിമിനോളജി എന്നുള്ളൊരു സബ്ജക്റ്റ് വരുന്നതും ക്രൈമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതും അതുപോലെ തന്നെ ക്രിമിനൽസിനെ കുറിച്ചിട്ടും ക്രിമിനൽ ബിഹേവിയറിനെ കുറിച്ചിട്ടും പണിഷ്മെൻറ്റിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള ഒരു തോട്ടും ചിന്തകളൊക്കെ വരുന്നത് എപ്പോഴാണ്? 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഏജിൻ്റെ സമയമാണ്. അതായത് പുറത്താണ് ഇത് നടക്കുന്നത്. സീസർ ബെക്കാരൊക്കെ ഇറ്റാലിയൻ, അങ്ങനെ ഫ്രഞ്ച്, ഇറ്റാലിയൻ, ആ യൂറോപ്യൻ കൺട്രീസിലുള്ള ആളുകളാണ് ഇവരെല്ലാം. അവിടെയാണ് ഈ ക്രിമിനോളജി എന്നുള്ള സബ്ജക്റ്റ് നമുക്ക് എമേർജ് ചെയ്ത് വരുന്നത്. 18ാം നൂറ്റാണ്ടിൻ്റെ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡാർക്ക് ഏജ് ആണ്, അവിടെ ചർച്ചായിരുന്നു ആ സമയത്ത് അവിടെ ഡോമിനേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ക്രൈമിനെ കുറിച്ചിട്ടും പണിഷ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ തിയറീസ് വന്നു തുടങ്ങുന്നത്. അതാണ് ക്ലാസിക്കൽ സ്കൂൾ. എല്ലാം ക്ലാസിക്കൽ തിയറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന തിയറീസാണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സീസർ ബെക്കാരയുടെ തിയറിയാണ്. ഓക്കെ, സീസർ ബെക്കാരയുടെ തിയറിയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനി ക്ലാസിക്കൽ തിയറിസ്റ്റ് എന്താണ് വിചാരിച്ചിരുന്നത്? ക്ലാസിക്കൽ തിയറിസ്റ്റ് ബിലീവ് ദാറ്റ് പണിഷ്മെൻറ്റ് ക്യാൻ ഡിറ്റർ പീപ്പിൾ ഫ്രം കമ്മിറ്റിംഗ് ക്രിമിനൽ ആക്ട്സ്. ഓരോരുത്തരും ഓരോ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആ കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറ്റകൃത്യത്തിൽ നിന്ന് അവർ പിന്മാറുമെന്നാണ് വിചാരിച്ചിരുന്നത്. ആര്? ക്ലാസിക്കൽ തിയറിസ്റ്റ് ചിന്തിച്ചിരുന്നത്. പീപ്പിൾ മേക്ക് ചോയ്സ് ടു കമ്മിറ്റ് ക്രൈം ആൻഡ് ദാറ്റ് പണിഷ്മെൻറ്റ് ഷുഡ് ബി about preventing future crime from being committed. അതായത് ഈ പണിഷ്മെൻറ്റ് പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് ഒരു ഫിയർ ആണല്ലോ. പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു ഫിയർ വരുമല്ലോ അവിടെ. അങ്ങനെ വരുമ്പോൾ ഇനി ഒരു ക്രൈമിന് പണിഷ്മെൻറ്റ് ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ചൂസ് ചെയ്യും. പീപ്പിൾ മേക്ക് ചോയ്സസ് ടു കമ്മിറ്റ് ക്രൈം. നമ്മൾ ചെയ്യണോ വേണ്ടോ എന്നൊരു ചോയ്സ് ആൾക്കാർക്ക് വരും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് പണിഷ്മെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത് എന്നാണ് ക്ലാസിക്കൽ തിയറിസ്റ്റ് പറയുന്നത്. അതുപോലെ ഈ പണിഷ്മെൻറ്റ് ഫ്യൂച്ചർ ആയിട്ടുള്ള ക്രൈമിനെ പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്തയുണ്ട്. അതാണ് ക്ലാസിക്കൽ സ്കൂൾ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് സീസർ ബെക്കാരയെ കുറിച്ചിട്ടാണ്. ഇതാണ് സീസർ ബെക്കാരെ. അദ്ദേഹം 1764, നമുക്കറിയാം 18th സെഞ്ച്വറിയുടെ അവസാനം 1764 അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ളൊരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അതായത് അന്ന് കാലഘട്ടത്തിൽ ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ്, ലോ ഇല്ല. ഫ്യൂഡൽ ലോഡിന് എന്താണോ പണിഷ്മെൻറ്റ് വെച്ചെങ്കിൽ അത് തീരുമാനിക്കാം ഏത് ക്രൈമിനും. പിന്നെ ഏത് ജാതിയിൽ താഴെക്കിടയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ചെറിയ കുറ്റം വരെ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ പണിഷ്മെൻറ്റാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ബുക്കിനകത്ത് പറഞ്ഞു, ലോ വഴി, നിയമമാണ് എന്തിനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? പണിഷ്മെൻറ്റിനെ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ദ ലോ അപ്ലൈസ് ഈക്വലി ടു ഓൾ പീപ്പിൾ. പിന്നെ ആ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഈക്വലി അപ്ലിക്കബിൾ ആവണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് താഴെയുള്ള കിടയിലുള്ള ആൾക്ക് ഒരു നിയമം, മുകളിലുള്ള പ്രഭുക്കന്മാർക്ക് വേറൊരു നിയമം, അങ്ങനെ പറ്റില്ല. ആര് ക്രൈം ചെയ്യുക, ആര് എന്ത് കുറ്റം ചെയ്താലും ആ കുറ്റത്തിന് ഒരേ രീതിയിലുള്ള പണിഷ്മെൻറ്റ് തന്നെ വേണമെന്ന് പറയുന്നത് ആരാണ്? സീസർ ബെക്കാരയുടെ ബുക്കിൽ നിന്നാണ്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ് പറഞ്ഞത്. ദെൻ പവർ ഓഫ് മേക്കിംഗ് ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റ്. അതായത് ഒരു ലെജിസ്ലേറ്റീവ് വേണം. അന്ന് ലെജിസ്ലേഷൻസ് ഒന്നുമില്ല. ലോ മേക്കിംഗ് കമ്മിറ്റി വേണം, എക്സിക്യൂട്ടീവ് വേണം എന്നൊക്കെ പറയുന്നത് ത്രൂ ലോയിലൂടെ മാത്രമാണ് പണിഷ്മെൻറ്റ് എൻഫോഴ്സ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞത് സീസർ ബെക്കാരയാണ്. അതുപോലെ തന്നെ പബ്ലിക് ട്രയൽ വേണം. പബ്ലിക് ട്രയൽ ഷുഡ് ഗിവ് ദ ട്രാൻസ്പെറൻസി. അതായത് വിചാരണ വേണം. വിചാരണ നടത്തിക്കൊണ്ട് മാത്രമാണ് ശിക്ഷാ നടപടികൾ അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ബെക്കാരയാണ്. ഇഫ് സിവിയർ പണിഷ്മെൻറ്റ് ഡു നോട്ട് പ്രിവെൻറ്റ് ക്രൈം ദേ ഷുഡ് നോട്ട് ബി യൂസ്ഡ്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലുമായിട്ട് ഒരുപാട് ഇപ്പോൾ ഒരാൾക്ക് എന്താ പറയുക ടീച്ചർ, ഇപ്പം ഇഫ് സിവിയർ പണിഷ്മെൻറ്റ് ഡു നോട്ട് പ്രിവെൻറ്റ് ക്രൈം ദേ ഷുഡ് നോട്ട് ബി യൂസ്ഡ്. ഇത് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ആണ് ഇദ്ദേഹം പറയുന്നത്. അതായത് പണ്ട് കാലത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂഡൽ വ്യവസ്ഥയിൽ വെച്ച് കഴിഞ്ഞാൽ
വളരെ വിശപ്പ് സഹിക്കുമ്പോൾ ആൾക്കാർ എന്തായാലും എന്ത് ചെയ്യും, മോഷണം നടത്തുന്ന ഒരു അവസ്ഥ വരുന്നു. ഈ മോഷണം നടത്തുമ്പോൾ ഇവർക്ക് ഭയങ്കര തീവ്രമായ പണിഷ്മെന്റ് കൊടുത്തുകൊണ്ട് പിന്നെയും മോഷണം നടത്താതിരിക്കുന്നില്ല. കാരണം വിശപ്പ് അകറ്റിയാലേ എവിടെ മോഷണം നടക്കാതിരിക്കുള്ളൂ. അപ്പോൾ സിവിയർ പണിഷ്മെന്റ് കൊടുത്തതുകൊണ്ട് ആ ക്രൈം വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം വേറെയായിരിക്കും. അപ്പോൾ അത് കണ്ടെത്തി അതിലാണ് മാറ്റം വരുത്തേണ്ടത്. പണിഷ്മെന്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദ ഹാം ദാറ്റ് ക്രൈം ഹാസ് കോസ്റ്റ്. എന്താണോ നമ്മുടെ ക്രൈം ചെയ്തതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള പണിഷ്മെന്റ് ആവണം കൊടുക്കാൻ. അല്ലാതെ ഒരു ചെറിയ ക്രൈമിന് ഒരു വലിയ പണിഷ്മെന്റ് നമ്മൾ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ പണിഷ്മെന്റ് ഈസ് നോട്ട് ടു കോസ് പെയിൻ ടു ദി ഒഫൻഡർ ബട്ട് ടു പ്രിവെന്റ് ദം ടു ഡൂയിങ് ഇറ്റ് അഗെയിൻ ആൻഡ് ടു പ്രിവെന്റ് അതർ പീപ്പിൾ ടു ഡു ദ സെയിം. അതായത് പണിഷ്മെന്റ് എന്ന് പറയുന്നത് പെയിൻ മാത്രം കൊടുക്കാനുള്ള പണിഷ്മെന്റ് അല്ല വേണ്ടത്. പിന്നീട് ഈ ക്രൈം ചെയ്ത ആള് ഈ ക്രൈം ചെയ്യരുത് ഈ പണിഷ്മെന്റിലൂടെ. അതുപോലെ തന്നെ ഈ പണിഷ്മെന്റിലൂടെ മറ്റുള്ളവർക്കും, അതായത് ഇതൊരു വാർണിംഗ് ആയിരിക്കണം, ഈ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഈ പണിഷ്മെന്റ് കിട്ടും എന്ന് മറ്റുള്ളവരെയും ക്രൈം ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യണം, കുറ്റകൃത്യം ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്തണം. എങ്കിൽ മാത്രമാണ് പണിഷ്മെന്റ് സക്സസ്ഫുൾ ആവുള്ളൂ എന്നാണ് ബെക്കാരെ പറയണത്. പിന്നെ ഡെത്ത് പെനാൽറ്റീനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അനുകൂലിക്കുന്നില്ല. ലൈഫ് പ്രിസർവ്മെന്റ് ആണെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ഈസ് മോർ മിസറബിൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് ഹാവ് ടു ടോർച്ചർ ദ ക്രിമിനൽ. അന്നത്തെ കാലത്ത് ഇത് നമ്മൾ ആലോചിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ. പക്ഷേ അന്നത്തെ കാലത്ത് 18th സെഞ്ച്വറിയുടെ അവസാന കാലഘട്ടത്തിൽ സ്റ്റേറ്റിനേക്കാളും കൂടുതൽ സ്റ്റേറ്റ് ആൾക്കാരെ പീഡിപ്പിക്കുന്ന രീതിയിലോട്ട് പോകരുത് ഒരിക്കലും, പ്രത്യേകിച്ച് ക്രിമിനൽസിനെ. പിന്നെ എഡ്യൂക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടൺ മെത്തേഡ് ഓഫ് പ്രിവെൻറ്റിങ് ക്രൈം. ഇദ്ദേഹം പറയുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രൈമിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ബെക്കാരെ പറയുന്നത്. പിന്നെ ഈ ബുക്ക് ഇദ്ദേഹം 1764 നമ്മൾ കണ്ടല്ലോ, 1764 പബ്ലിഷ് ചെയ്തെങ്കിലും ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് അനോണമസ്ലി ആണ്. കാരണം ഇത് ഇത്രയും കാര്യങ്ങളൊന്നും തുറന്നു പറയാനുള്ള ധൈര്യമില്ല. കാരണം അവിടുത്തെ അന്നത്തെ സിസ്റ്റം അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു. ഓക്കെ. പിന്നെ ഇദ്ദേഹം ഈ ബുക്ക് എഴുതാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഫ്രഞ്ച് റെവല്യൂഷൻ്റെ അമേരിക്കൻ റെവല്യൂഷൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നാണ് ഈ ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്നുള്ള പുസ്തകം ഡെവലപ്പ് ചെയ്ത് വന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അപ്പം ബെക്കാരയുടെ കഴിഞ്ഞു. ഇനി മെയിനായിട്ട് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജിയിൽ പറയണ എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. ഒന്ന്, റാഷണലി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ക്രൈമിനനുസരിച്ചുള്ള പണിഷ്മെന്റ് കൊടുക്കണം. അല്ലാതെ ഒരു സിസ്റ്റത്തിന്റെ ബേസ് ചെയ്തുകൊണ്ടല്ല വേണ്ടത്. അതുപോലെ ഹെഡോണിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ട്രൈ ടു മാക്സിമൈസ് പ്ലഷർ ആൻഡ് മിനിമൈസ് പെയിൻ. ദ മെയിൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദ കൺട്രോൾ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് ഫിയർ, എസ്പെഷ്യലി ദ ഫിയർ ഓഫ് പെയിൻ. പണിഷ്മെന്റ് ആസ് എ പ്രിൻസിപ്പൽ മെത്തേഡ് ഓഫ് ഓപ്പറേറ്റിംഗ് ക്രിയേറ്റ് ഫിയർ ഈസ് seen as necessary to influence the human will and thus to control the behavior. അതായത് പണിഷ്മെന്റിലൂടെ ഒരു ഫിയർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആൾക്കാർക്ക്. അതായത് ആൾക്കാർക്ക് സന്തോഷം ഇഷ്ടമാണ്, പക്ഷേ പെയിൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് പേടിയാണ്. അപ്പോൾ ഈ പണിഷ്മെന്റിലൂടെ പെയിൻ കിട്ടുന്നുള്ളൊരു ചിന്ത കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യില്ല എന്നാണ് പറയണത്, ക്രിമിനൽ ആക്ടിവിറ്റീസിലോട്ട് പോവില്ല എന്നാണ് ഇവർ പറയണത്. ഇനി പണിഷ്മെന്റും ഇതുപോലെ തന്നെ ഈ ഹെഡോണിസത്തെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പണിഷ്മെന്റ് എന്നുള്ളതും. അതുപോലെ തന്നെ ഈ പണിഷ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആവരുത് ഒരിക്കലും എന്ന് പറയുന്നത് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിന്റെ ക്രിട്ടിക്സ് എന്തൊക്കെയാണ്? ക്രിട്ടിക് ഓഫ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി. ക്രിട്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ people do not always act rationally and not all people are hedonist and self-serving. എല്ലാവരും ഹെഡോണിസ്റ്റ് ആണ്. എല്ലാവർക്കും എന്തിന് പേടി ഉണ്ടാവണമെന്നില്ല, പണിഷ്മെന്റിന് പണിഷ്മെന്റ് അല്ലെങ്കിൽ ആ പെയിനെ കുറിച്ചിട്ട് പേടി എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പം അത് കാരണം ഇവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല എന്നാണ് ക്രിട്ടിക്സ്. ക്രിട്ടിക് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ തിരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി മാറും, ക്രിറ്റിസൈസ് മാറും. ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ incorrectly assumes that people are equal in terms of life chances, but you cannot have equal justice in an unequal society. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഈക്വൽ ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അതായത് നമുക്കറിയാം കുറേ പേര് പാവപ്പെട്ടവരുണ്ട്, കുറേ പേര് വളരെ റിച്ച് ആയിട്ടുള്ള പീപ്പിൾ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തെന്ന് പറയുക ഒരേപോലെയല്ല പല കാര്യങ്ങളെയും കൺസീവ് ചെയ്യുന്നത്. പലർക്കും ഇപ്പോൾ ഭക്ഷണം നന്നായുള്ളവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ക്രൈം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തെന്ന് പറയണത്, ഭക്ഷണം ഇല്ലാത്തവർ മോഷണം ചെയ്യണത് പറയുന്നത് അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും അൺഈക്വൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരു ഈക്വൽ ജസ്റ്റിസ് പണിഷ്മെന്റ് കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ അല്ല എന്നാണ് പറയണത്. ദെൻ ക്ലാസിക്കൽ സ്കൂൾ ഡസ് ലിറ്റിൽ ടു അഡ്രസ് എ കോസ് ഓഫ് ക്രൈം. എന്താണ് ക്രൈമിന്റെ കാരണം എന്നതിനെ കുറിച്ചിട്ട് ക്ലാസിക്കൽ സ്കൂളുകാർ പഠിച്ചിട്ടില്ല. ഇനി അപ്പോൾ ക്ലാസിക്കൽ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം, ക്ലാസിക്കൽ സ്കൂൾ തിയറി കഴിഞ്ഞതിന് ശേഷം ഒരു പാരഡൈം റെവല്യൂഷൻ ഉണ്ട്. പാരഡൈം റെവല്യൂഷൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് വേറൊരു ഷിഫ്റ്റ്, ഇതിൽ നിന്ന് തീരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തകൾ വന്നു.
ഇതിനകത്ത്. അതായത് ദ ഷിഫ്റ്റ് ഫ്രം ദി റാഷണൽ ചോയ്സ് പാരഡൈം ടു പോസിറ്റീവ് പാരഡൈം. അതായത് ക്ലാസിക്കൽ സ്കൂൾ തിയറി എന്ന് പറയുന്നതാണ് റാഷണൽ ചോയ്സ് പാരഡൈം എന്നാണ് അതിനെ പറയുന്നത്. പാരഡൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം ചിന്തേനെയാണ് നമ്മൾ പാരഡൈം എന്ന് പറയുന്നത്. അപ്പോൾ റാഷണൽ ചോയ്സ് പാരഡൈമിൽ നിന്ന് പിന്നീട് വന്ന തിയറീസ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? പോസിറ്റിവിസ്റ്റ് പാരഡൈമിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇത് ചാൾസ് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസും, ഈ ചാൾസ് ഡാർവിൻ്റെ പുസ്തകം ഉണ്ടല്ലോ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ഡിസെൻഡ് ഓഫ് മാൻ, അതിൽ നിന്നാണ് പോസിറ്റിവിസ്റ്റ് പാരഡൈം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഓക്കെ, പോസിറ്റിവിസ്റ്റ് കൺസെപ്റ്റ് എന്നുള്ള ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ ഇതാണ് പാരഡൈം ഷിഫ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന റാഷണലിസ്റ്റ് ചോയ്സ് പാരഡൈമിൽ നിന്ന് നമ്മൾ എന്തായിരിക്കും പോസിറ്റീവ് പാരഡൈമിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി പോസിറ്റീവ് ക്രിമിനോളജി ഇനി എന്തൊക്കെയാണ് പറയണത് എന്നുള്ളതാണ്. ഈ പോസിറ്റീവ് ക്രിമിനോളജി ബേസ്ഡ് ഓൺ എന്താണ്? മെഡിക്കൽ മോഡൽ ഉണ്ട്. അതുപോലെ തന്നെ 2 മെയിൻ കോമൺ എലമെന്റ് ആണ് പോസിറ്റിവിസ്റ്റ് തിയറിസ്റ്റ് ഷെയർ ചെയ്യുന്നത്. ഒന്ന് എംപെറിസിസം, ഒന്ന് എന്താ പറയുന്നത് ഡിറ്റർമിനിസം.